ഒരേപോലെ മരുന്നായിട്ടും അതേപോലെ ഭക്ഷണത്തിൽ ചേർത്തിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫെന്യൂഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകളും, ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ, ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ്, വെയിറ്റ് ലോസിനൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്രദമാവുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെന്യൂഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. മേത്തി സീഡ്സ് അല്ലെങ്കിൽ ഉലുവ എന്ന് പറയുന്നത് അതിലെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടാണ്. നമ്മളിപ്പോൾ ഭക്ഷണമായിട്ടും ഭക്ഷണത്തിനോടൊപ്പമായിട്ടും അതേപോലെ അതൊരു മരുന്നായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റമൂലിയൊക്കെ ആയിട്ട് പല ഡോക്ടേഴ്സും പല വൈദ്യന്മാരും ഒക്കെ നമുക്ക് ഒരു സജഷൻസ് തരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് ഉലുവ എന്ന് പറയുന്നത്. കാരണം എന്താണ്? അയൺ കണ്ടൻറ്റ് കൂടുതലാണ്, ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്, അത്യാവശ്യം ആൽക്കലോയിഡ്സും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ വേദനകൾ കുറയ്ക്കും, ജോയിൻറ്റ് പെയിൻസ് കുറയ്ക്കും, ശരീരഭാരം നിയന്ത്രിക്കും, കൊളസ്ട്രോൾ നിയന്ത്രിച്ചു കൊണ്ടുവരും, ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. ഇത് കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ ലൈക്ക് മലബന്ധം ബുദ്ധിമുട്ടുകൾ, വയറ്റിന്ന് പോവാതിരിക്കുക, വയറ് സ്തംഭനം, നെഞ്ചരിച്ചിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. തൈറോയ്ഡ് രോഗികൾക്കൊക്കെ ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിനോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള ഉലുവ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ സ്ത്രീകളിലെ ഓവുലേഷൻ കൺട്രോൾ ചെയ്യാൻ, അതായത് ഓവുലേഷൻ പീരീഡ് കറക്റ്റ് ആക്കാനും മെൻസ്ട്രൽ ക്രാംസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ പുരുഷന്മാരിലെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രിമച്ചുർ ഇജാക്കുലേഷൻസ്, അങ്ങനത്തെ സെക്ഷൽ റിലേറ്റഡ് കംപ്ലയിൻസിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള ഉലുവ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ അവർ ശരീരത്തിൽ ലാക്ടേഷൻ അല്ലെങ്കിൽ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയെടുക്കാൻ, പ്രൊലാക്റ്റിൻ സെക്രീഷൻസ് കൂട്ടിയെടുക്കാൻ ഉലുവ യൂസ്ഫുള്ളാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരീരഭാരം നിയന്ത്രിക്കുന്ന ഒബേസിറ്റി കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഉലുവ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, തികട്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വയറുവേദന, മസിൽ ക്രാംസ്, അങ്ങനെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് സംബന്ധമായ അല്ലെങ്കിൽ അബ്ഡമൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസിനൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിക്കും അതേപോലെ തന്നെ പാൻക്രിയാസ് ഗ്രന്ഥിക്കും ഓവറിക്കുമൊക്കെ നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതാണ് ഉലുവ. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിച്ചിട്ട് ഹൈപ്പർ തൈറോയിഡിസം, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ് പോലത്തെ ഇത്തരം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഡിസോർഡേഴ്സ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഓവറീസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് PCOD ബുദ്ധിമുട്ടുകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, യൂട്രൈൻ കംപ്ലയിൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. അതായത് ഓവുലേഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഓവുലേഷൻ കറക്റ്റ് ആക്കാനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ ഇപ്പം മെൻസസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്മെനോറിയ, മെൻസ്ട്രൽ ക്രാംസ്, അതായത് മസിൽ ക്രാംസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കണം. അതിനോടൊപ്പം തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, ഇൻഫ്ലമേഷൻസ്, ഹൈപ്പർ ടെൻസീവ്, ഇങ്ങനത്തെ ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻസിനെല്ലാം ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അതായത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള പ്ലേക്സ്, എസ്പെഷ്യലി ഫാറ്റി ഡിപ്പോസിഷൻസിനെ അലിയിച്ച് കളയാൻ ഉലുവ സഹായിക്കുന്നതാണ്. ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് തലേ ദിവസം ഇട്ട് വയ്ക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യും, ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് കുറച്ച് കൊണ്ടുവരും, അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഒരു കിഴി രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ ജോയിൻറ്റ് പെയിൻസിലൊക്കെ അല്ലെങ്കിൽ ജോയിൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സിനൊക്കെ കൊടുക്കാവുന്നതാണ്. അതായത് ജോയിൻറ്റ് പെയിൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഗൗട്ടി കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ, ആർത്രൈറ്റിസ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഉലുവ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. സെക്ഷൽ കംപ്ലയിൻറ്റ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
അങ്ങനെ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്